കൊല്ലത്ത് സ്കൂട്ടർ യാത്രികരെ ഇടിച്ചു വീഴ്ത്തി കടന്നുകളഞ്ഞ കാർ ഉടമയ്ക്കായി അന്വേഷണം. കരുനാഗപ്പള്ളി വെളുത്തമണൽ സ്വദേശിയായ അജ്മൽ ഒളിവിലാണ്. അജ്മലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സുഹൃത്തായ വനിതാ ഡോക്ടറിൽ നിന്ന് ലഭിച്ചു. മൊബൈൽ ഓഫായതിനാൽ ലൊക്കേഷൻ ലഭിച്ചിട്ടില്ല. റോഡിൽ വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കാർ കയറി ഇറങ്ങിയിട്ടും നിർത്താതെ പോവുകയായിരുന്നു. ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിലീപ്, വലിയ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. റോഡിൽ അപകടത്തിൽ തെറിച്ചു വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ വാഹനം കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഈ അജ്മലിനായുള്ള തിരച്ചിൽ ഏത് രീതിയിലാണ് നടക്കുന്നത്? എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? ആര്യ, ഇന്നലെ വൈകിട്ട് 5:40 കൂടിയായിരുന്നു കൊല്ലം ആനൂർക്കാവിൽ, മൈനാഗപ്പള്ളിക്ക് അടുത്തുള്ള ആനൂർക്കാവിൽ വെച്ചിട്ട് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. കൊടും ക്രൂരത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് സ്കൂട്ടർ എതിർവശത്ത് നിന്ന് എടുക്കുന്നു. അതായത് സ്കൂട്ടർ നിയമം ലംഘിച്ചു തന്നെയാണ് മുന്നോട്ടെടുത്തത്. അതായത് വഴി റോങ് സൈഡിലൂടെ എടുക്കുന്നത് വ്യക്തമായിട്ട് ആ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ കാർ ഇടിച്ച ശേഷം ഈ സീബ്ര ലൈനിലേക്ക് ഈ സ്ത്രീ വീഴുന്നു. ഈ സ്ത്രീയുടെ ദേഹത്തു കൂടെ കാർ കയറി ഇറങ്ങിയ ശേഷം നാട്ടുകാരെല്ലാവരും ഓടിക്കൂടുകയും കാർ നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് വ്യക്തമായി ദൃശ്യങ്ങളിൽ കാണാം. വീണ്ടും ആ കാർ നിർത്തിയിരുന്നെങ്കിൽ, ഒരു ജീവൻ്റെ തുടിപ്പ് ആ കാറിനടിയിലുണ്ട് എന്ന് ആ വാഹനം ഓടിച്ച വ്യക്തിക്ക് തോന്നിയിരുന്നു എങ്കിൽ ആ ആളെ രക്ഷിക്കാൻ ഒരുപക്ഷെ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ആളുകളുടെ എല്ലാവരുടെയും, അത് നാട്ടുകാരുടെ എല്ലാവരും പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ അവരുടെ ദേഹത്തു കൂടെ വീണ്ടും കാർ എടുത്തു പോകുകയായിരുന്നു. അതിനുശേഷം ഇത് നിർത്താതെ പോയി, ഈ കാർ നിർത്താതെ പോകുകയും തുടർന്ന് നാട്ടുകാർ പിന്തുടർന്നെത്തി ഇദ്ദേഹത്തെ, ഈ കാറിനെ തടയുകയും ആ സമയം കൊണ്ട് തന്നെ കാർ ഓടിച്ച വെളുത്തമണ്ണ സ്വദേശി, കരുനാഗപ്പള്ളി വെളുത്തമണ്ണ സ്വദേശിയായ അജ്മൽ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ കാറിലുണ്ടായിരുന്ന ഒരു വനിതാ ഡോക്ടറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഈ പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെച്ചാണ് ഇപ്പോൾ ഈ വനിതാ ഡോക്ടർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അജ്മലിനെ കുറിച്ചുള്ള, വെളുത്തമണ്ണ സ്വദേശിയായ അജ്മലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് ലഭിച്ചു. കൂടാതെ പോലീസ് ഈ വാഹനം, അപകടം വരുത്തിയ വാഹനം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ വാഹനത്തിൻ്റെ നമ്പർ ട്രേസ് ചെയ്ത് വാഹനത്തിന് ഉടമ മറ്റൊരു യുവതിയാണ്. ആ യുവതിയെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴേക്കും എല്ലാ വിവരങ്ങളും തന്നെ, അതായത് ഒളിവിൽ പോയ അജ്മലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടി. പക്ഷേ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ അജ്മൽ എവിടെയാണെന്നോ അല്ലെങ്കിൽ അജ്മലിൻ്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഉച്ചയോടുകൂടെ തന്നെ പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിക്രൂരമായ, അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത ഒരു പ്രവൃത്തി ഇന്നലെ വൈകുന്നേരം മൈനാഗപ്പള്ളിക്കടുത്തുള്ള ആനൂർക്കാവിൽ കാണുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞത് മൈനാഗപ്പള്ളി സ്വദേശിയായ കുഞ്ഞുമോൾ, 45 വയസ്സുള്ള കുഞ്ഞുമോൾ മരിച്ചിരുന്നു. കുഞ്ഞുമോൾക്കൊപ്പം സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന സ്കൂട്ടർ ഓടിച്ച ഫൗസിയയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഫൗസിയുടെ കൈക്ക് ഒടിവുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് 5:40 നടന്ന ആ സംഭവത്തിൽ ഒരു ദാക്ഷിണ്യമില്ലാതെ ആ ഒരു ആളുടെ ദേഹത്തുകൂടെ വാഹനം കയറ്റിയിറക്കിയ ശേഷം നിർത്താതെ പോയ അജ്മലിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസ് തുടർന്ന്. ശാസ്താംകോട്ട പോലീസാണ് അന്വേഷിക്കുന്നത്. കരുനാഗപ്പള്ളി പോലീസും എല്ലാ വിധത്തിൽ തന്നെ കൊല്ലം ജില്ലയിൽ എല്ലാ സ്ഥലത്തു നിന്നും അജ്മലിന് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. ആര്യ.